അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം 4-ാമത്തെ അധ്യായത്തിൽ 41-ാമത്തെ ശ്ലോകം മുതൽ ബ്രഹ്മാവിൻ്റെ വാക്കുകളാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്യുന്നത്. സൂര്യോ ഭ്രമതി ചാകാശേ വായുർവാദിശുഭാശുഭ അഗ്നിസ്തപതി പർജന്യോ വർഷതീശത്വദാജ്ഞയാ ത്വം തു ധ്യായസി കം ദേവം സംശയോയം മഹാൻ മമ ത്വത്തഃ പരം ന പശ്യാമി ദേവം വൈ ഭുവനത്രയേ കൃപാം കൃത്വാ വദസ്വാദ്യ ഭക്തോസ്മി തവ സുവ്രത മഹതാം നൈവ ഗോപ്യം ഹി പ്രായ കിഞ്ചിതിതി സ്മൃതി തച്ഛ്രുത്വാ വചനം തസ്യാ ഹരിരാഹ പ്രജാപതിം ശൃണുഷ്വൈകമനാ ബ്രഹ്മൻ ത്വാം ബ്രവീമി മനോഗതം യദ്യപി ത്വാം ശിവം മാം ച സ്ഥിതി സൃഷ്ട്യന്തകാരണം തേ ജാനന്തി ജനാ സർവേ സദേവാസുരമാനുഷാം സ്രഷ്ടാ ത്വം പാലകശ്ചാഹം ഹരഃ സംഹാരകാരക കൃതാ ശക്തിയേതി സന്ദർക്ക ക്രിയത്തെ വേദപാരഗൈ ജഗൽ സഞ്ജനനേ ശക്തിസ്ത്വയി തിഷ്ഠതി രാജസി സാത്വികീ മയി രുദ്രേ ചാതാമസീ പരികീർത്തിത തയാ വിരഹിതസ്ത്വം ന തൽക്കർമ്മകരണേ പ്രഭു നാഹം പാലയിതും ശക്ത സംഹർത്തും നാപി ശങ്കര തദധീനാ വയം സർവേ വർത്താമ സതതം വിഭോ പ്രത്യക്ഷേ ച പരോക്ഷേ ച ദൃഷ്ടാന്തം ശൃണു സുവ്രത ശേഷേ സ്വപിമി പര്യങ്കേ പരതന്ത്രോ ന സംശയ തദധീന സദോത്തിഷ്ഠേ
കാലേ കാലവശം ഗതാ തപശ്ചരാമി സതതം തദധീനോസ്മ്യഹം സദാ കദാചിൽ സഹ ലക്ഷ്മ്യാ ച വിഹരാമി യഥാ സുഖം കഥാചിദ്ദാനവൈ സാർത്ഥം സംഗ്രാമം പ്രകരോമ്യഹം ദാരുണം ദേഹദമനം സർവലോകഭയങ്കരം പ്രത്യക്ഷം തവ ധർമ്മജ്ഞ തസ്മിന്നേകാർണവേ പുരാ പഞ്ചവർഷ സഹസ്രാണി ബാഹുയുദ്ധം മയാ കൃതം. ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 4-ാമത്തെ അധ്യായത്തിൽ 41 മുതൽ 53 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ആ ശ്ലോകങ്ങളുടെ പരിഭാഷ ഭാഷാഗാനമായി ഇവിടെ പാടി അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അങ്ങയുടെ ആജ്ഞയനുസരിച്ചല്ലേ ആകാശത്തിൽ അർക്കൻ സഞ്ചരിക്കുന്നതും അതുപോലവേ അനിലൻ ശുഭാശുഭമായി വീശുന്നതും ലോകത്താകെ അഗ്നിജ്വലിപ്പതും മേഘം വർഷിക്കുന്നതും അങ്ങു ഏതു ദേവനെ താൻ ധ്യാനിക്കുന്നു പലപ്പോഴും അതാണല്ലോ എൻ്റെ വലിയ സംശയം. അങ്ങയെ കവിഞ്ഞതാകും ഒരു ദേവനെ പോലുമേ അടിയൻ ത്രിലോകങ്ങളിൽ കാണുന്നുമില്ല. അതുകൊണ്ടു ദയവായി എന്നോടു പറഞ്ഞിടണേ, അങ്ങയുടെ പ്രിയ ഭക്തനാണല്ലോ ഞാനും. മഹാന്മാർക്കു അവരുടെ ജീവിതത്തിലൊന്നും തന്നെ മറയ്ക്കാനായൊന്നുമില്ലെന്നാണല്ലോ സത്യം. അദ്ദേഹത്തിൻ മധുരമാം വാക്കുകളെ കേട്ട നേരം അജനാകും വിഷ്ണു ബ്രഹ്മനോടു പറഞ്ഞു, അങ്ങു ശ്രദ്ധിച്ചു കേൾക്കുക, എൻ്റെ മനസ്സിലുള്ളതു അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞിടാം ഞാൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അങ്ങയെയും സാക്ഷാൽ ശ്രീ പരമേശ്വര ദേവനെയും അതുപോലെ എന്നെയും ഈ ലോകത്തുള്ളതാ അസുരദേവ മാനവജാലമെല്ലാം കരുതുന്നു. ആധാരം സൃഷ്ടിക്കും സംഹാരസ്ഥിതികൾക്കും. എങ്കിലും അങ്ങു സ്രഷ്ടാവായി അതുപോലെ തന്നെയാണോ, അതുപോലവേ തന്നെയാം ഏണാംഗശേഖരൻ സംഹാരകനുമായും. എന്നിൽ പാലക ശക്തിക്കും കാരണം പരാശക്തി താൻ എന്ന സത്യമറിയുന്നു വേദപണ്ഡിതർ. ജഗൽ സൃഷ്ടിക്കുള്ളതാകും രാജസശക്തി അങ്ങയിൽ ജന്മസിദ്ധമതിനാലേ സൃഷ്ടി ചെയ്യുന്നു. സാത്വിക ശക്തിയായ എന്നിൽ താമസശക്തിയായിട്ടു
സാക്ഷാൽ രുദ്രൻ തന്നിലുമായി സ്ഥിതി ചെയ്യുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ആ ശക്തിയെ ഒഴിവാക്കി സൃഷ്ടി ചെയ്തിടുവാനായി അങ്ങയ്ക്കു കഴിയുകില്ല. അതുപോലവേ പരിപാലിച്ചിടുവാനായി എനിക്കും കഴിയുകില്ല. പരമശിവനു സംഹാരവും അസാധ്യം. ഏകയായ ആ ശക്തിക്കു അധീനരായി നാം എല്ലാവരും എല്ലായ്പ്പോഴും കഴിയുന്നു എന്നതും സത്യം. എത്രയെത്ര തെളിവുകൾ പ്രത്യക്ഷമായി പരോക്ഷമായി എന്നതും പറഞ്ഞിടാം ഞാൻ കേട്ടാലുമിപ്പോൾ. ആദിശേഷനായിടുന്ന തൽപ്പത്തിൽ ഞാൻ ഉറങ്ങുന്നു. അതുകൊണ്ടു തന്നെ പരതന്ത്രനാണല്ലോ. ആ ശക്തിക്കു പരമമാം വിധേയനായിട്ടു ഞാനും അവിടുത്തെ ഇച്ഛ പോലെ ഉണർന്നിടുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സദാ നേരം ആ ശക്തിക്കു വിധേയനായിട്ടുള്ള ഞാൻ സദാ നേരം ആ ശക്തിയെ തപം ചെയ്യുന്നു. സമയം കിട്ടിയിടും നേരം ലക്ഷ്മിയൊത്തു ഇഷ്ടം പോലെ സസന്തോഷം വിഹരിച്ചുവെന്നും കാണുക. അതിദുഷ്ടന്മാരായിടും ദാനവരുമായി ചിലപ്പോൾ അഖില ലോകങ്ങളെല്ലാം ഭയപ്പെടുന്ന അതീവ ശരീരക്ലേശം ഉണ്ടാക്കിയിടുന്നതുമായ അതിഭയങ്കര യുദ്ധം ചെയ്തിടുന്നല്ലോ. ധർമ്മജ്ഞനാം ബ്രഹ്മദേവ നേരിട്ടു കണ്ടതാണല്ലോ. ധരണിയാകവേ ജലം മൂടിയ കാലം. അന്നു പ്രളയ ജലത്തിൽ നിന്നു ഞാനും ധീരമായി 5000 വർഷം ബാഹുയുദ്ധം ചെയ്തത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന ജ്ഞാനയജ്ഞമായി നമ്മൾ അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് 36-ാമത്തെ ദിവസം.
ദേവീഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 41-ാമത്തെ ശ്ലോകം മുതൽ 53 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പാരായണം, ഭാഷാഗാനം, ഇപ്പദ പ്രഭാഷണം എന്നീ രൂപത്തിൽ അമ്മയുടെ പാദപത്മങ്ങളിൽ, പാദയുഗ്മങ്ങളിൽ സമർപ്പിക്കുന്നത്. ഇവിടെ ബ്രഹ്മാവ് വിഷ്ണുവിൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന ആളാണ് വിഷ്ണു എന്ന് ബ്രഹ്മാവ് അവിടെ പറയുന്നു. പിന്നെ പറയുകയാണ്, സൂര്യോ ഭ്രമതി ചാകാശേ ത്വദാജ്ഞയ, അങ്ങയുടെ ആജ്ഞ കൊണ്ടാണ് സൂര്യൻ ആകാശത്തിൽ സഞ്ചരിക്കുന്നത്. വായുർവാദി ശുഭാശുഭാ ത്വദാജ്ഞയ, വായു ആകട്ടെ ശുഭമായും അശുഭമായും വീശുന്നത്, മന്ദാനിലനായും കൊടുങ്കാറ്റായും വീശുന്നത് ത്വദാജ്ഞയ, അങ്ങയുടെ ആജ്ഞ കൊണ്ടാണ്. അഗ്നിസ്തപതി ത്വദാജ്ഞയ, അഗ്നി ജ്വലിക്കുന്നത് അങ്ങയുടെ ആജ്ഞ കൊണ്ടാണ്. അതേപോലെ പർജന്യോ വർഷതി, പർജന്യൻ ആ മേഘങ്ങൾ വർഷിക്കുന്നതും ഹേ ഈശ ത്വദാജ്ഞയ, അങ്ങയുടെ ആജ്ഞ കൊണ്ടാണ്. ത്വം തു ധ്യായസി കം ദേവം, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങ് ആരെയാണ്, ഏത് ദേവനെയാണ് ധ്യാനിക്കുന്നത്? സംശയോയം മഹാൻ മമ, വലിയ സംശയം എനിക്ക് വന്നിരിക്കുന്നു. കാരണം ത്വത്ത പരം ന പശ്യാമി ദേവം വൈ ഭുവനത്രയെ, അങ്ങയെ കഴിഞ്ഞ ത്വത്ത പരം ന പശ്യാമി, ഞാൻ കാണുന്നില്ല മറ്റൊരു ദേവനെ ഈ 3 ലോകത്തും. അല്ലയോ ഭഗവാനെ, കൃപാം കൃത്വാ വദസ്വാദ്യ, എന്നോട് കാരുണ്യം കാണിച്ചുകൊണ്ട് അത് പറഞ്ഞു തരണേ. ഭക്തോസ്മി തവ സുവ്രത, ഞാൻ അങ്ങയുടെ ഭക്തനാണല്ലോ. മഹതാം നൈവ ഗോപ്യം ഹി പ്രായ കിഞ്ചിതി സ്മൃതി, മഹാന്മാരായിട്ടുള്ള ആളുകൾക്ക് ഒന്നും ഒളിച്ചു വയ്ക്കാനില്ല, ഗോപ്യമായിട്ടൊന്നുമില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്നോട് കാരുണ്യം കാണിച്ച് എനിക്ക് ഇതിനുള്ള മറുപടി തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. തച്ഛ്രുത്വാ വചനം തസ്യ ഹരിരാഹ പ്രജാപതിം, ആ വാക്കുകൾ കേട്ടിട്ട് സാക്ഷാൽ ഹരി, ശ്രീഹരി പ്രജാപതിയായിരിക്കുന്ന ബ്രഹ്മാവിനോട് പറഞ്ഞു, ശൃണുഷ്വൈകമനാ ബ്രഹ്മൻ ത്വാം ബ്രവീമി മനോഗതം, ബ്രഹ്മാവേ ആ ഏകമനസ്സോടുകൂടി വളരെ ശ്രദ്ധിച്ച് ഇത് കേട്ടോളൂ. എൻ്റെ മനസ്സിൽ എന്താണ് എന്ന് ഞാനിപ്പോൾ അങ്ങയ്ക്ക് പറഞ്ഞു തരാം. ഞാൻ എന്തുകൊണ്ടാണ് ധ്യാനിക്കുന്നത് എന്നുള്ളത് ഞാൻ അങ്ങയോട് പറയാം. യദ്യപി ത്വാം ശിവം മാം ച സ്ഥിതി സൃഷ്ട്യന്തകാരണം, ഇവിടെ ബ്രഹ്മാവെ അങ്ങും ശിവനും ഞാനും ഏതു രൂപത്തിൽ സൃഷ്ടി, സംഹാരം, സ്ഥിതി, ഇതിനൊക്കെ കാരണമാണ് നമ്മൾ. ഇപ്പം ദേവന്മാർ മുതൽ മനുഷ്യർ വരെ എല്ലാ ജനങ്ങളും വിചാരിച്ചേക്കണത്, തേ ജാനന്തി ജനാ സർവേ സ ദേവാസുരമാനുഷാഹ, ദേവന്മാരും അസുരന്മാരും മനുഷ്യരൊക്കെ വിചാരിച്ചേക്കണത് എന്താ? ഇവിടെ ബ്രഹ്മാവ് സൃഷ്ടിക്കണു, വിഷ്ണു പരിപാലിക്കണു, മഹാദേവൻ സംഹരിക്കണു, അങ്ങനെയാണ്. സ്രഷ്ടാത്വം പാലകശ്ചാഹം ഹരസംഹാരകാരക, അല്ലേ? സൃഷ്ടാവായി അങ്ങും അതേപോലെ പാലകനായി ഞാനും എല്ലാത്തിനെയും സംഹരിക്കുന്നവനായി ഹരനും. കൃതാശക്തിയേതി സന്ദർക്ക ക്രിയത്തെ വേദപാരകെ, പരാശക്തിയുടെ കൽപ്പനയനുസരിച്ചാണ് എന്ന് വേദപണ്ഡിതന്മാർ കണക്കാക്കുന്നു. സാധാരണ മനുഷ്യരിങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷേ വേദത്തെ അറിയുന്ന ആളുകൾ, വേദപാരകന്മാരായിട്ടുള്ള ആളുകൾ, അവർക്ക് മനസ്സിലാവുന്നു പരാശക്തിയുടെ കൽപ്പനയനുസരിച്ചാണ് എന്ന്. ജഗൽ സംജനനേ ശക്തി സ്വയി തിഷ്ഠതി രാജസി, ജഗൽ സൃഷ്ടിക്കുള്ള രാജസ ശക്തി, അമ്മയുടെ ശക്തിയിൽ രജോ ഗുണാധിക്യം, അതുകൊണ്ടാണ് അങ്ങയ്ക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നത്, അങ്ങയിൽ ആ ശക്തി കുടികൊള്ളുന്നു. സാത്വികീമയി, പാലനം ചെയ്യുന്ന എന്നിലോ സാത്വികമായിട്ടുള്ള ശക്തിയാണ് നിറഞ്ഞു നിൽക്കുന്നത്. രുദ്രേച താമസി, രുദ്രനിലോ തമോ ഗുണാധിക്യമുള്ള താമസിയായിരിക്കുന്ന ആ ശക്തിയും നിലനിൽക്കുന്നു. പരികീർത്തിതാഹ തയാ
വിരഹിത ത്വം ന തൽക്കർമ്മകരണേ പ്രഭു നാഹം പാലയിതും ശക്ത സംഹർത്തും നാപി ശങ്കർ. അപ്പൊ ഈ ശക്തി ഇല്ലെങ്കിലോ തയാ വിരഹിതസ്ത്വം ന തൽക്കർമ്മകരണേ പ്രഭു, ആ കർമ്മം ചെയ്യാൻ അങ്ങ് പ്രഭുവായിട്ട് തീരില്ല, അങ്ങക്ക് സാധിക്കില്ല. എനിക്ക് പരിപാലിക്കാനും സാധിക്കില്ല. നാഹം പാലയിതും ശക്ത സംഹർത്തും നാപി ശങ്കര, ഇതിനൊക്കെ ഇല്ലാതെയാക്കാൻ ശങ്കരനും സാധിക്കില്ല. തദധീനാവയം സർവേ, നമ്മളെല്ലാവരും ആ ശക്തിക്ക് അധീനരാണ്. എല്ലാ പ്രവൃത്തിയിലും വർത്താമ സതതം വിഭോ, എല്ലാ സമയത്തും ആ ശക്തിയുടെ കീഴിലാണ് നമ്മൾ. പ്രത്യക്ഷേച്ച പരോക്ഷേച്ച ദൃഷ്ടാന്തം ശൃണു സുവ്രത, പ്രത്യക്ഷമായും പരോക്ഷമായും ഇതിനുള്ള ദൃഷ്ടാന്തം, ഇതിനുള്ള തെളിവുകൾ ഞാൻ പറഞ്ഞു തരാം. ഹേ സുവ്രത, വേണ്ട പോലെ വ്രതങ്ങളൊക്കെ ചെയ്യുന്ന ബ്രഹ്മാവേ, അങ്ങ് ഇത് കേൾക്കൂ. ശേഷേ സ്വപിമി പര്യങ്കേ പരതന്ത്രോ ന സംശയ, ആദിശേഷനിൽ കിടന്നാണ് ഞാൻ ഉറങ്ങണത് അല്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ പരതന്ത്രനാണ്, അതുകൊണ്ട് അത് സംശയമില്ലാത്തതല്ലേ? തദധീന സതോത്തിഷ്ഠേ കാലേ കാലവശം ഗത, ആ ശക്തിക്ക് വിധേയനായിട്ട് ഞാൻ എഴുന്നേൽക്കുന്നു, സമയമാവുന്ന സമയത്ത് ഞാൻ ഉണരുന്നു അല്ലേ? തപശ്ചരാമി സതതം, ആ ശക്തിക്ക് വിധേയനായി ഞാൻ എപ്പോഴും തപസ് ചെയ്യാണ്. തദധീനോസ്മ്യഹം സദ, തദധീനോസ്മ്യഹം സദ, എപ്പോഴും ആ ശക്തിക്ക് അധീനനായി ഞാൻ തപസ് ചെയ്യണു. കഥാചിൽ സഹലക്ഷ്മ്യാച വിഹരാമി യഥാസുഖം, ചില സമയത്തോ ലക്ഷ്മിയോടുകൂടി ഞാൻ ഇഷ്ടം പോലെ വിഹരിക്കണു. ഇതൊക്കെ എങ്ങനെയാണ്? തദധീന, ആ ഭഗവതിക്ക്, ആ ശക്തിക്ക് അധീനനായിട്ടാണ്. കഥാചിൽ ദാനവൈ സാർദ്ധം സംഗ്രാമം പ്രകരോമ്യഹം, ചില സന്ദർഭങ്ങളിൽ ദാനവന്മാരുമായി അസുരന്മാരുമായി ഞാൻ സംഗ്രാമം, യുദ്ധങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ ലോകം മുഴുവൻ ഭയപ്പെടുന്ന, ശരീരക്ലേശമുണ്ടാക്കുന്ന അതിഭയങ്കരമായ യുദ്ധം, ദാരുണം ദേഹദമനം സർവലോക ഭയങ്കരം, അത്രയും ഗംഭീരമായിട്ടുള്ള യുദ്ധങ്ങളൊക്കെ ഞാൻ ദാനവന്മാരുമായിട്ട് നടത്താറും ഉണ്ട്. തദധീനോസ്മ്യഹം, ഞാൻ ആ ശക്തിക്ക് അധീനനാണ്. പ്രത്യക്ഷം തവ ധർമ്മജ്ഞ, ഹേ ധർമ്മം അറിയുന്നവനെ, അങ്ങ് നേരിട്ട് കണ്ടതല്ലേ, പ്രത്യക്ഷമല്ലേ അങ്ങക്ക്. തസ്മിന്നേകാർണവേ പുരാ, പണ്ട് ആ ഏകാർണവത്തിൽ പ്രളയജലത്തിൽ വെച്ച് പഞ്ചവർഷ സഹസ്രാണി ബാഹുയുദ്ധം മയാകൃതം, പഞ്ചവർഷ സഹസ്രം എന്ന് വെച്ചാൽ 5000 കൊല്ലം ബാഹുയുദ്ധം നടത്തിയത് അങ്ങക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്നതല്ലേ എന്ന് ബ്രഹ്മാവിനോട് ചോദിക്കുന്ന 53-ാമത്തെ ശ്ലോകത്തോടുകൂടി ഇന്ന് 36-ാമത്തെ ദിവസത്തെ ഈ അക്ഷരപൂജ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു.
ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു.
ലോകാः സമസ്താः സുജനാ ഭവന്തു ലോകാः സമസ്താः ത്വൽഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.